ഇതെന്താ അമ്മേ, സ്ഥിരം പോകുന്ന ക്ഷേത്രങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഇവിടെ പുതിയൊരു സ്ഥലത്ത്? ഒന്നും മിണ്ടാതിരിക്കും മോനെ. ക്ഷേത്രം ഇരിക്കുന്നതിന്റെ ദൂരം നോക്കിയിട്ടാണോ ദൈവങ്ങളെ വിലയിരുത്തുന്നേ? മോളെ, ഇവിടുത്തെ ദേവൻ ഒരുപാട് ശക്തിയുള്ളതാ. നേരിട്ടല്ലെങ്കിലും ആളുകൾ പറഞ്ഞു കേട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കെല്ലാം പരീക്ഷണങ്ങളാണല്ലോ. ഇവിടുത്തെ അത്ഭുത കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോ അമ്മ മനസ്സിൽ തീരുമാനിച്ചതാ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി ഈ നടക്കിലെത്തണമെന്ന്. അതിനെന്താ അമ്മേ, അമ്മയുടെ ഇഷ്ടത്തിന് ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. കണ്ടോ, ക്ഷേത്രങ്ങളെ കുറിച്ച് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയേണ്ട ഏറ്റവും ബെസ്റ്റ് ആള് ഗാഥയാ. ഈ ക്ഷേത്രത്തെ കുറിച്ച് അമ്മ മറന്നുപോയി കഴിഞ്ഞാലും കാര്യങ്ങൾ ഓർത്തു വെച്ച് ഇയാള് ചെയ്തോളും, അല്ലേടോ? അതെ, ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ട് കളിയൊക്കൊന്നും പറയണ്ട. അച്ഛനമ്മമാർക്ക് ഒരു കാര്യം ഇഷ്ടാണെങ്കിലേ അത് നമ്മൾ ഓർത്തു വെക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. എന്നിട്ട് അവര് ചിലപ്പത് മറന്നുപോയാ നമ്മളത് അവരെ ഓർമ്മിപ്പിക്കണം. അതാ വേണ്ടത്. അപ്പൊ അവരുടെ സന്തോഷം എത്രയായിരിക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഇതൊക്കെ പറഞ്ഞാലേ അവന്റെ ബിസിനസ് ബുദ്ധിയിലേക്ക് ഇതൊന്നും കേറില്ല. ആഹാ, അപ്പൊ ഞാൻ പുറത്തായി. ഞാൻ കണ്ണീ ചോറില്ലാത്ത ബിസിനസ്സുകാരൻ, ഈ മുറിവിൽ ഒപ്പ് വെക്കാത്തവൻ, കഞ്ചൂസ്. ഇനി എന്തെങ്കിലും വിശേഷണങ്ങളുണ്ടോ? അങ്ങനെ എല്ലാ വിശേഷണങ്ങളൊന്നും തേടിപ്പിടിക്കൊന്നും വേണ്ട. അമ്മ പറഞ്ഞതേ നല്ല അർത്ഥത്തിൽ അങ്ങ് എടുത്താ മതി. അപ്പൊ പിന്നെ കുഴപ്പമായിട്ട് തോന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും അമ്മയടുത്ത് ദേഷ്യപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ മറ്റുള്ളവർ മുറിവേൽപ്പിക്കുമ്പോ ഒരു വാക്ക് തെറ്റി പറഞ്ഞിട്ടുണ്ടാവും. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അമ്മയടുത്ത് പിണങ്ങാനോ മുഖം തിരിക്കാനോ എനിക്ക് കഴിയില്ല. ഇത് പൊക്കിൾക്കൊടിയുടെ ബന്ധമൊന്നും അല്ലടോ. അതിനേക്കാളും ഒക്കെ ഒരുപാട് മുകളില. മനസ്സും കൂട്ടിക്കെട്ടിയതാ, അല്ലേ അമ്മേ? ആ, കരഞ്ഞല്ലോ. പിന്നല്ലാതെ നീ ഇങ്ങനൊക്കെ പറഞ്ഞ കരച്ചിൽ വരില്ലേ? അയ്യോ പാവമ്മ. വാ അമ്മേ, നമുക്ക് നടയിലേക്ക് പോവാം. വാ. മാടാ. ഉം.